ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാവൂലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ടും അതിലേക്ക് ചെറുപയർ കറി. അപ്പോൾ ചെറുപയറൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ നമുക്കത് കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അങ്ങനെ അതാ ചെറുപയറൊക്കെ ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കൽ. പിന്നെ അതേപോലെ ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെന്താ ഈ മാസത്തെ ഗിവ് അവേ വിന്നറെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഇന്നലെ അയച്ചു കൊടുത്തു, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേന്. അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ വിന്നർക്കുള്ള ഗിഫ്റ്റും വേഗം തന്നെ അയച്ചു കൊടുക്കും കേട്ടോ. നമുക്ക് ഇൻഡസ്വാലിത പാത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോക്ക് കൂടുതൽ ലൈക്കും കമൻറ്റൊക്കെ തരുന്ന ആളുകളെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുക. വിന്നറെ തിരഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്താൽ അതിൽ കാണാൻ പറ്റും നമ്മളെ വീഡിയോക്ക് കൂടുതൽ ലൈക്കും കമൻറ്റൊക്കെ തന്നിട്ടുള്ളത് ആരാണെന്നുള്ളത് കേട്ടോ. അപ്പം ഒരേ ലെവലിൽ 2 ആൾ വരികയാണെങ്കിൽ നമ്മൾ നറുക്കിട്ടിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റയിലും അതേപോലെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ചില വീഡിയോക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉള്ള ആളുകളും കൂടെ ഓർക്കും കൂടെ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്ന രീതിയിൽ ഗിവ് അവേ ആക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഓരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണില്ലേ. അപ്പം ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലൊക്കെ വരുമാനം കിട്ടാറുണ്ട്. അപ്പം ഇൻഷാ അല്ലാ ഇനി അവരെയും വേണം നമുക്ക് ഗിവ് അവേയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി നൂൽപുട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നൂൽപുട്ടിന് അരി ഞാൻ തന്നെ വീട്ടിൽ കഴുകി പൊടിച്ച് എടുത്ത പൊടിയാണ് കേട്ടോ. വീട്ടിൽ പൊടിച്ചതല്ല, വെള്ളിയിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചതാണ്. പക്ഷേ വറുക്കൊന്നുമില്ല കേട്ടോ ഈ ഒരു പൊടി. നമ്മൾ അരി കഴുകി ഉണക്കി അവിടെ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവരും. നമ്മൾ പാക്കറ്റ് പൊടിയൊക്കെ ആകുമ്പം അത് വറുത്ത് വരുന്ന പൊടിയല്ലേ. അപ്പോൾ അതിലേക്ക് തിളച്ച വെള്ളമൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലുള്ളൂ നൂൽപുട്ടിൻ്റെ അച്ഛന്ന് പീച്ചാലും പോരുക. പിന്നെ അതേപോലെ തന്നെ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും കേട്ടോ. ഇത് അത്ര ചൂട് വേണ്ട ഈ ഒരു അരിപ്പൊടിക്ക് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ ഓരോ കൂട്ടുകാർ ചോദിക്കലുണ്ട് നിങ്ങൾ എങ്ങനത്തെ അരിപ്പൊടിയാണ് യൂസ് ചെയ്യൽ, ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊക്കെ. അപ്പം ബ്രാൻഡൊന്നുമില്ല, നമ്മളതായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പം കടയിൽ നിന്ന് വാങ്ങിക്കും പച്ചരി. ഒരു 10 കിലോനൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെ പൊടിപ്പിച്ചെടുക്കലാട്ടോ ഞാൻ. അപ്പം എൻ്റെ കയ്യിൽ ആ തിരിക്കണ അച്ചൊക്കെ ഉണ്ട്. എനിക്ക് അതിലേറെ സുഖം ഇതാണ്, ഈ മരത്തിൻ്റെ അച്ചിട്ടോ. ഇതിന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസുകളാണ്. അപ്പം ചെറിയ വണ്ണല്ലാത്ത നൂൽപുട്ടേക്കാരം. അപ്പോൾ ഇങ്ങനെ ആ നൂല് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിക്കാരം നൂൽപുട്ട്. അപ്പം എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടും അതേപോലെ എൻ്റെ കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അധികം ഈ ഒരു നൂൽപുട്ട്, അധികമല്ല നിങ്ങൾ വീഡിയോയിൽ കാണലുണ്ടാവും, ഈ ഒരു നൂൽപുട്ടിൻ്റെ അച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കൽ. അപ്പം ഇന്ന് ഞാൻ ഇഡ്ഡലി തട്ടിലാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പം ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാണ്ടാവില്ല. മറ്റേ സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരുമ്പം പാത്രങ്ങൾ കഴുകാണ്ടാവും. 6 പ്ലേറ്റുകളുണ്ട്, പിന്നെ സ്റ്റാൻഡ് ഉണ്ട്, ഒക്കെ കൂടെ കഴുകാണ്ടേ. പിന്നെ വേവിച്ചെടുക്കണ പാത്രവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പം വീട്ടിലത്തെ ആവശ്യത്തിനാവുമ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കൽ. അങ്ങനെ ഒരു ട്രിപ്പായി. പിന്നെ 2ാമത്തെ ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കറി ആയിട്ടുണ്ടായിന്. കറിക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ, തിളപ്പിച്ചെടുത്ത്. പിന്നെ വറവിട്ടെടുക്കുകയും ചെയ്ത്. ചെറുപയർ കറി നല്ല ടേസ്റ്റാണ് നൂൽപുട്ടിന്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂമിച്ചെടുക്കണം. കടുക് വറുക്കണതല്ല കേട്ടോ ടേസ്റ്റ്. എനിക്ക് ഇങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. അങ്ങനെ കറിയൊക്കെ വറവിട്ടെടുത്തു. അങ്ങനെ നൂൽപുട്ട് ചുടൽ കഴിഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ ഷുഗർ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ബാവും പോയിട്ടുണ്ടായിന് കേട്ടോ ലാബിക്ക്. ഷുഗർ നോക്കിയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പം എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഷുഗർ നോക്കാനൊക്കെ പോയി. പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിനി പ്രാവശ്യം വരുമ്പോൾ ഈ 3 മാസത്തെ ലെവൽ നോക്കുമല്ലോ, അത് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. പിന്നെ പോന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വലിയൊരു മീനുണ്ടായിന് കേട്ടോ ഇവിടെ. അപ്പം അതിൻ്റെ തലയും വാങ്ങി, അതിൽ ചെറിയൊരു പീസും വാങ്ങി, പിന്നെ കുറച്ച് മത്തിയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തി. പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്തു. ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. പിന്നെന്താ
ഇന്ന് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാനും ആ വലിയ മീനിൻ്റെ തല ഉണ്ടല്ലോ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. നല്ല ടേസ്റ്റാണ് ഈ വലിയ മീനിൻ്റെ തല വെച്ചുകൊണ്ട് കറി ഉണ്ടാക്കിയാൽ. നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ അല്ലേ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങിക്കലുണ്ട് വലിയ മീനിൻ്റെതാവുമ്പോൾ കേട്ടോ. അതിൽ അത്യാവശ്യം കഴമ്പൊക്കെ ഉണ്ടാവും. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും തലയാണ്, പക്ഷെ ഒരു വെട്ടി നല്ല ഇതാക്കിയാണ്ട് തരുമ്പോഴേ നമുക്ക് കൊണ്ടുവന്നിട്ട് നല്ലോണം കഴുകിയിട്ട് കുക്ക് ചെയ്താൽ മതി. വെട്ടാതെ വാങ്ങിയ പണി കിട്ടും. പിന്നെ അതിൻ്റെ ബ്ലഡൊക്കെ നമ്മളെ മേത്ത് കൂടെയൊക്കെ തെറിച്ച് ആകെ അൽക്കുൽക്കാവും. അപ്പം ഞാൻ വെട്ടിയിട്ട് തന്നെ കേട്ടോ വാങ്ങിക്കൽ. അങ്ങനെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ചെല്ലാവരും. പിന്നെ അമ്മ ഇവിടെ വെറുതെ വെക്കൂലല്ലോ, ഞാൻ വന്നപ്പം ചക്ക അരിയാണ് കേട്ടോ. അപ്പം അമ്മ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. മനോട് ഞാൻ പറഞ്ഞിനി ചായ കുടിച്ചോണ്ടി, നമുക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. അങ്ങനെ ഉമ്മാൻ്റെ ചക്ക ചക്ക അരിയൽ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഴം ഉണ്ടായിന് നല്ലോണം പഴുത്തതായത്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിന് കേട്ടോ, കുട്ടികൾ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട്. അതേപോലെ വേറെ കുറച്ച് പഴം ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കണം, ബൗന് കടയൊക്കെ പോകുമ്പോൾ കൊടുത്തയക്കാൻ. അപ്പോൾ പഴംപൊരിക്കുള്ള മാവൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പഴംപൊരി നമ്മളെപ്പോഴും ഉണ്ടാക്കണതല്ലേ. മൈദയും കടലപ്പൊടിയും പിന്നെ പഞ്ചസാരയും അതേപോലെ തന്നെ കുറച്ച് തൈരും ഒരു 1.5 സ്പൂണൊക്കെ കേട്ടോ. തൈര് ചേർത്താൽ പഴംപൊരി നല്ല അടിപൊളിയായിട്ട് വീർത്ത് പൊള്ളച്ച് വരും. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പഴംപൊരിൻ്റെ റെസിപ്പിയൊക്കെ കുറേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പിന്നെ അതും കൂടി എടുക്കേണ്ട വിചാരിച്ചല്ലേ. തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് പറയണമെങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ച് ആദ്യം നമുക്ക് പഴംപൊരി ഉണ്ടാക്കുക. എന്നാൽ പിന്നെ ബാവുന് പോകുമ്പോൾ അതുകൊണ്ട് കൊടുത്തയക്കും ചെയ്യാം. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. അതിൽ കോയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാവട്ടെ, ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പഴം 4 പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പഴത്തിൻ്റെ ആ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റും. കളയൊന്നും വേണ്ട, നമുക്ക് തന്നെ വായിലിട്ടാൽ മതി. എന്നാലും നല്ല ഷേപ്പിൽ കിട്ടും പഴം കട്ട് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പഴംപൊരിൻ്റെ മാവ് ഇതാണ് കേട്ടോ. അപ്പോൾ മാവ് ഞാൻ കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചുട്ട് നോക്കൂട്ടോ. എന്നിട്ട് ചിലപ്പോൾ മാവ് ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇത് മാവ് നല്ല ടൈറ്റ് ആട്ടോ. നമുക്കിങ്ങനെ അതിന് വലിച്ചൂരി എടുക്കുമ്പോൾ ചിലപ്പോൾ പഴം പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് 2 അങ്ങനെ ചുട്ടു. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റാണ് തോന്നിയപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ അതിൽ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിട്ടോ. അപ്പോൾ ചട്ടിയിലുള്ള പഴംപൊരി പിന്നെ ഉമ്മ ഇളക്കി കൊടുത്തൊക്കെ ചെയ്ത് ഉമ്മ അതിന് കോരി മാറ്റിയിട്ടുണ്ട്. നല്ലോണം വീർത്ത് പൊള്ളച്ച് വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇപ്പോൾ നമുക്ക് ഇത് കടയ്ക്ക് കൊടുക്കാനാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ബാബു കടയിലിപ്പോൾ ആദ്യം ഫ്രഷ് ജ്യൂസിൻ്റെ കടയിൽ ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ചായൻ്റെ മെഷീനൊക്കെ കൊണ്ടുവന്നാണ് കോഫീൻ്റെ. അപ്പോൾ ചായക്ക് കൊടുക്കുമ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും കടിക്കാണ്ടോ എന്ന് ചോദിക്കൂലേ. അപ്പോൾ ഇന്ന് അങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ചിലവാകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നും കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ പഴംപൊരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. പഴംപൊരി ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ, എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ ഒക്കെ ചുട്ടിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആയത് പിന്നെ ബൗന് പോകാനായപ്പം പാത്രത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എത്ര 14നോ 14നാണ് തോന്നുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അതിനിത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു വന്ന് കൊണ്ടുപോയിക്കോളും, നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് ആയത് ഇതേപോലെ എണ്ണയൊക്കെ പാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ പൊരിച്ച പത്തിരി പിന്നെ സമൂസ പപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി മക്കൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ, ബാബു വരികയാണെങ്കിൽ ബാബുവിന് തന്നെ കൊടുക്കാൻ വിചാരിച്ചിട്ട്. അങ്ങനെ ഉമ്മാൻ്റെ ചക്കരിയിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചക്ക കൂട്ടാൻ അടുപ്പത്തൊക്കെ ആദ്യം ചോറ് പിന്നെ കുറച്ച് മതി. ചക്ക കൂട്ടാനും മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. അപ്പം ചോറ് ഗ്യാസുമ്മ വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ചട്ടിക്ക് ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഞാനൊക്കെ ചക്ക അരിയുമ്പോൾ ചക്കൻ്റെ ചുള മാത്രമേ എടുക്കുള്ളൂ. ഉമ്മ അങ്ങനെയല്ല കേട്ടോ, ചക്കൻ്റെ മടലും കൂടെ കൂട്ടിയിട്ടാണ് അരിയുക. അതാണ് കേട്ടോ ടേസ്റ്റും. വെറും ചക്ക ഉണ്ടാക്കണക്കാട്ടിലും ടേസ്റ്റാണ് ചക്കൻ്റെ മടലും കൂടെ കൂട്ടിയിട്ട് അരിയുമ്പോൾ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാവും ചെയ്യും. അങ്ങനെ ചക്കയ്ക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇനി നമ്മൾ കൊണ്ടുവന്ന മീനൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ കുറച്ച് മത്തി, അതേപോലെ മീനിൻ്റെ തലയും പിന്നെ
കഷ്ണം മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം. ഇതാണ് നമ്മൾ കറിക്ക് എടുക്കുന്നത് കേട്ടോ. ഇതാണ് ആ മീൻതല കണ്ടോ, നല്ല കഴമ്പൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഞാൻ ഓരോ ബോക്സിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കും. വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ഇനി 2 ദിവസം എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. വെള്ളം ഒഴിക്കാതെ വെച്ചാൽ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റ് ആവും. അപ്പോൾ എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ അധികം ബീഫാണേലും ചിക്കൻ ആണേലും ഒക്കെ കൊണ്ടുവന്നാൽ കുറച്ചധികമൊക്കെ ഉണ്ടാകുമ്പോൾ അതേപോലെ ഓരോ ബോക്സിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കലാണ്. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ചെയ്യും. അങ്ങനെ അതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു. അപ്പം നമ്മൾ ഗിവ് അവേ വിന്നറെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി നമ്മളെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്തതാണ് കേട്ടോ. സഹലിനൊക്കെ 1208 കമൻറ്റാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ നസ്രി എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മളെ വീഡിയോ പുതിയതായിട്ട് കണ്ട് കമൻറ്റൊക്കെ ഇടുന്നതാണ്. 10 കമൻറ്റാണ് കേട്ടോ. പുതുതായിട്ട് വരുന്നവരെ അവിടെ കാണിക്കും. അപ്പോൾ സുധാ നായർക്കാണ് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ. 1510 കമൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് കേട്ടോ ഈ മാസത്തെ വിന്നർ. ഇതേപോലെ നിങ്ങളും നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊക്കെ തരുമ്പം നിങ്ങളും ഇതേപോലെ ടോപ്പ് കമൻറ്റിൽ വരും. ഇത് കണ്ടോ, ഷെരീഫ ലത്തീഫ് 1208 കമൻറ്റാണ് തന്നത്. ഓർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഫസ്റ്റിൽ വന്നിട്ടുള്ളത് സുധാ നായരാണ്. അപ്പോൾ സുധാ നായർക്കാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ സ്റ്റിനി ബിനോയ് അത് 1208 കമൻറ്റ് തന്നാണ്. അപ്പോൾ ഇനി ഓരൊക്കെ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയൊക്കെ കുറേ ആളുകളുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ കാണിക്കായിട്ടാണ്. പിന്നെ അപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കണ്ട. അതേപോലെ ടോപ്പ് കമൻറ്റിൽ വരുന്നവർക്ക് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് പോരും കേട്ടോ. നമ്മൾ ഈ ചാനൽ ഇങ്ങനെ എത്ര കാലം പോകുമെന്ന് വെച്ചാൽ അത്രയും കാലം അങ്ങനെ എല്ലാ മാസവും ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ ഞാൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി കൂടുതൽ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനത് ചെയ്യാതിരിക്കൂല. അപ്പം ഒരു മാസത്തിൽ ഒരാൾക്ക് മാത്രമല്ല കേട്ടോ, 4 or 5 പേർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അതിനുള്ള ഇത് വരട്ടെ. ഇനി ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും എനിക്ക് ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളൂ, അല്ലാതെ വേറൊരാൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഇല്ല കേട്ടോ. എപ്പോഴും പഠിച്ചവനോട് ഞാൻ അതിനാണ് പ്രാർത്ഥിക്കാറും. അപ്പം നടക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കണമൊക്കെ നടക്കാറുണ്ട്. അതേപോലെ ഇതും നടക്കുമെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ ഞാൻ നമ്മളെ മീന്തലേക്ക് കഴുകിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലോണം വലിച്ച് പറിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ബ്ലഡിൻ്റെ കട്ടയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ ആ ബ്ലഡിൻ്റെ ചുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ നല്ല വൃത്തിയിൽ തന്നെ കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡൊക്കെ നല്ലോണം പോവട്ടെ. അപ്പം ആ നേരം കൊണ്ട് നമ്മളെ ചക്കക്കൂട്ടാനായിട്ടുണ്ടായിന് കേട്ടോ. അത് ഞാൻ നല്ലോണം ഒന്ന് ഉടച്ച് കൊടുത്തേക്ക് തേങ്ങയും നല്ല ജീരകവും ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. ആയിട്ടുണ്ട് കേട്ടോ ചക്കക്കൂട്ടാൻ. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് വറവ് ഇട്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചട്ടി തന്നെയാണ് ഇനി നമ്മൾ മീൻ തലക്കറി ഉണ്ടാക്കുക. അപ്പം ചക്കക്കൂട്ടാനായല്ലോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എല്ലാ പാത്രത്തുമ്പോഴും കരിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ ഒരു പാത്രം കഴുകിയാൽ മതിയല്ലോ കറിയുള്ളത്. ഞാൻ എപ്പോഴും പറയല്ലേ കരിയുള്ള പാത്രം കഴുകാൻ എനിക്ക് മടിയാണെന്ന്. പിന്നെ അലുമിനിയം പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ അടുപ്പത്ത് വെക്കാനും എനിക്ക് മടിയാണ് കേട്ടോ. അതൊക്കെ നല്ലോണം തേച്ചൊരച്ച് കഴുകണം, നല്ല വൃത്തിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ, നല്ല നിറം കിട്ടണം എന്നുണ്ടെങ്കിൽ. മൺചട്ടി ആകുമ്പോൾ പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആ ചട്ടി കഴുകിയാണ്ട് വീണ്ടും അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ചെറിയ ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഞാൻ ഒരു 2 പിടി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അത് അരിഞ്ഞാണ്ടേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്നാണ് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ ഈ ഒരു എണ്ണയിൽ കടന്നിട്ട് നല്ലോണം മൂത്ത് വരണം കേട്ടോ. ആ നല്ല സ്മെല്ല് വരുമല്ലോ. ആ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ തന്നെ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കരിയണിയിൽ അടക്കം തന്നെ നമുക്ക് 2 തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അത് അതിൻ്റെ ജ്യൂസ് തീക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ. എന്നാലുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. മറ്റേത് ആ തക്കാളിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. എണ്ണയിൽ കടന്ന് വഴന്ന് വരുമ്പം കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. അങ്ങനെ അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളിവെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിന് അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കറി എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണില്ല. ആ ജാറൊക്കെ ചുഴറ്റിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് അടച്ച് വെക്കാം കേട്ടോ. ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമുക്ക് മീൻ നല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇതിങ്ങനെ ചുമന്ന് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല എരിവാണെന്ന്. പക്ഷേ അങ്ങനെ പെരും എരിവൊന്നുമില്ല കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് കറി നല്ല ചുമന്ന് നിൽക്കുന്നത്. എരിവുള്ള മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ മീൻതലൻ്റെ ബ്ലഡൊക്കെ പോയി ഇതായിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ചിട്ടുണ്ട് നല്ലോണം. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് അതും അതേപോലെ തന്നെ അടച്ചു വെച്ചുകൊണ്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഇതിൻ്റെ ആ ഒരു മീനിന് മുള്ളാണ് ശരിക്കും ഉണ്ടാവുക. എല്ലും മുള്ളൊക്കെ നല്ലോണം വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതാ കുറച്ചിങ്ങനെ തവി കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം കേട്ടോ, എന്നാലേ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വേവുള്ളൂ. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് ഇതാ നല്ലോണം ഒന്ന് തിളച്ചപ്പം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം അവിടെ കടന്നിട്ട് വേവട്ടെ. ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് പിന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം തീ അങ്ങോട്ട് കത്തിച്ച് കൊടുക്കണ്ട. അടുപ്പിൽ അത്യാവശ്യം നല്ല കനലുണ്ട്, എന്നാലും ചെറിയൊരു കൊള്ളി വിറകയിലുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ അങ്ങനെ കത്തിയാൽ മതി. പിന്നെ മൺചട്ടിയല്ലേ, അതിൽ കടന്നിട്ട് അങ്ങനെ തിളച്ച് വന്നോളും. ഇപ്പം കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിറക് കൊള്ളി അങ്ങോട്ട് മാറ്റാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിന് കേട്ടോ, ഗ്യാസുമ്മൽ. അതും വന്നിട്ടുണ്ട്, അത് വാർത്ത് വെച്ചാണ്. അപ്പം മീൻ കറി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ അമ്മക്ക് കുറച്ച് മീൻ കറിയും അതേപോലെ തന്നെ മീൻ തലക്കറിയില്ലേ, മീൻ കറിയല്ല ചക്ക കൂട്ടാനും കൊടുത്തയക്കാൻ അയച്ചിട്ട് അത് വേഗം പാത്രത്തിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഴിക്കാനാകുമ്പോഴത്തേന് കഴിച്ചോളൂ, നമുക്ക് കഴിക്കാനായിട്ടില്ല. എനിക്ക് ചക്ക കൂട്ടാനായാലും പുള കൂട്ടാനായാലും ഒക്കെ നല്ലോണം ഇങ്ങനെ ലൂസായിട്ട് നിൽക്കൂലേ, അങ്ങനെ കേട്ടോ ഇഷ്ടം. ഇത് ഉണ്ടാക്കിയപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ കടന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് ടൈറ്റ് ആവണ കാണല്ലേ. എന്നാലും കറിയൊക്കെ ഒഴിച്ചിങ്ങനെ കുഴച്ചിങ്ങനെ കഴിക്കുമ്പം എനിക്ക് അങ്ങനെ കേട്ടോ ഇഷ്ടം. അപ്പോൾ കുറച്ച് കറി ഒഴിച്ചാലും മതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് അങ്ങനെ കുറച്ച് മുറുകിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ മക്കളതൊക്കെ പാത്രത്തിലാക്കി റിച്ചുമോൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഓനതും കൊണ്ടുപോയി. പിന്നെ കുറച്ച് നേരം കൂടെ ഈ കറി ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ, വിറക് കൊള്ളിയൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഒന്നും കൂടെ കറി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചു പിന്നെ കൊണ്ടേ കൊടുത്ത് വന്നപ്പോൾ ഓനക്ക് ചക്കക്കൂട്ടാൻ വേണം, വിശക്കുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഓനക്കും വിളമ്പി കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ, എനിക്കും വേണം പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഉപ്പച്ചി കടയിൽ നിന്ന് വരണമെങ്കിൽ സമയം കുറേ ആവും, 2:30 ആവും. അപ്പോൾ ഉപ്പച്ചിനെ കാത്തിക്കണില്ല, എന്ന് മക്കളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ അമ്മ ഉണ്ടല്ലോ അവിടെ, ഉമ്മാക്കും ഉച്ചക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഉമ്മാക്കും ഞാൻ ഒരു പാത്രത്തേക്ക് ചക്കക്കൂട്ടാനും മീൻ കറിയൊക്കെ വിളമ്പി കൊടുത്തിട്ടോ. പിന്നെ ഞാനും ഉച്ചക്ക് ഇന്ന് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് കുളിച്ചിട്ടൊക്കെ വേണം കഴിക്കാൻ. അങ്ങനെ ഓർക്കൊക്കെ വിളമ്പി കൊടുത്ത് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാനും ഒരു പാത്രത്തേക്ക് കുറച്ച് ചക്കക്കൂട്ടാനും തലക്കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തലക്ക് 150 രൂപയാണ് കേട്ടോ. ഞാൻ റേറ്റ് അടക്കം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ തലയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നല്ല കഴമ്പുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ. അപ്പോൾ ചക്കക്കൂട്ടാനും മീൻ തലക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ച് നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പം ഇനി ടേസ്റ്റ് കുറേ വട്ടം പറഞ്ഞില്ലേ, നിങ്ങൾ ബാഡ് കമൻ്റ് ഒന്നും ഇടരുത് കേട്ടോ. അപ്പം നിങ്ങളും മീനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതേപോലെ വലിയ തലയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വാങ്ങിച്ചുണ്ടാക്കി വെക്കോണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.